ഇൻഫർമേഷനെ OET-യിൽ എപ്പോഴും നമ്മൾ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന 2 ഇൻഫർമേഷനെ കണക്ട് ചെയ്യാനാണ് കോമ്പൗണ്ട് സെന്റൻസും കോംപ്ലക്സ് സെന്റൻസും എഴുതുന്നത്. എപ്പോഴും നമ്മൾ വെരി ഓഫ്റ്റൻ യു ട്രൈ ടു യൂസ് ദ കൺജങ്ഷൻ ഓൾദോ, പക്ഷെ അർത്ഥം അറിയണം. അർത്ഥം അറിയാതെ ഉപയോഗിച്ചാൽ നമ്മുടെ മാർക്ക് പോകും. എന്താ പറയേണ്ടത്? സീയിങ് ദ ടാസിറ്റാലിറ്റി ഓഫ് ദ പേഷ്യൻസ്, ഹിസ് പെർപെൻഡിക്കുലാരിറ്റി വാസ് ടേൺഡ് ഇൻടു ഹൊറിസോണ്ടാലിറ്റി. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമർ പാർട്ടാണ്. പക്ഷെ വെരി ഓഫ്റ്റൻ വി അവോയ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഗ്രാമർ പാർട്ട്. എന്താണെന്ന് അറിയാവോ? ഹൗ ടു യൂസ് കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസസ് ഇൻ OET letter. Is there any importance in using compound complex sentences in OET letter? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ OET ലെറ്ററിൽ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പറയാവോ? നോ ഐഡിയ. നിങ്ങൾ മൈക്ക് ഓണാക്കാവോ? സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ. ഡു യു ഹാവ് എനി ഐഡിയ ഹൗ ടു യൂസ് കോംപ്ലക്സ് സെന്റൻസസ്, ഓർ വാട്ട് ഈസ് ദ ലോജിക് ടു മേക്ക് എ കോമ്പൗണ്ട് ഓർ കോംപ്ലക്സ് സെന്റൻസ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കണക്ട് ചെയ്ത് പറയാൻ പറ്റും. കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യാനാണ്. എന്തിനാ കണക്ട് ചെയ്യേണ്ടത്? എന്തിനെയാണ് കണക്ട്? 2 ഇൻഫർമേഷനെ. OET-യിൽ എപ്പോഴും നമ്മൾ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന 2 ഇൻഫർമേഷനെ കണക്ട് ചെയ്യാനാണ് കോമ്പൗണ്ട് സെന്റൻസും കോംപ്ലക്സ് സെന്റൻസും എഴുതുന്നത്. ഇനി കോമ്പൗണ്ട് സെന്റൻസ് ആക്കുന്നതിനും കോംപ്ലക്സ് സെന്റൻസ് എഴുതുന്നതിനും എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഏത് സെന്റൻസും ഒരുപോലെ കോമ്പൗണ്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും ഉപയോഗിച്ച് കണക്ട് ചെയ്യാവോ ഇല്ലയോ? കോമ്പൗണ്ട് സെന്റൻസ് ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷന്റെ പേരാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. കോംപ്ലക്സ് സെന്റൻസ് എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഞാനിപ്പോൾ പഠിപ്പിച്ചു തരാം, നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗ്രാമർ പാർട്ടാണ്. ഞാൻ ഷെയർ ചെയ്യാൻ സ്ക്രീന്, ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹൗ ഇഫക്റ്റീവ്ലി യു ഹൈലൈറ്റ് കീ ഇൻഫർമേഷൻ. നമ്മൾ സെന്റൻസ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് ഒരു ഇൻഫർമേഷനെ ഹൈലൈറ്റ് ചെയ്യാനാണ്, നമ്മുടെ ലാംഗ്വേജ് കാണിക്കാനല്ല. ഒരു ഇൻഫർമേഷനെ, ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷനെ ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുവാണ് യൂസിങ് എ വെറൈറ്റി ഓഫ് സെന്റൻസ് സ്ട്രക്ചേഴ്സ് ക്യാൻ ഹെൽപ്പ് യു ഡു ദിസ്. അതിൽ ഏതൊക്കെ സെന്റൻസ് സ്ട്രക്ചർ ആണെന്ന് പേജ് നമ്പർ 126 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ 2 എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചത് വായിക്കാമോ? കൺജഷൻ ഹാസ് ബീൻ റിസോൾവ്ഡ്. 2 സെന്റൻസ് ഉണ്ട്. 2 ഇതിലേതാണ് ഇമ്പോർട്ടന്റ്? ആദ്യത്തെ സെന്റൻസ് ആണോ രണ്ടാമത്തെ സെന്റൻസ് ആണോ? അല്ലെങ്കിൽ രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണോ? കൺഫ്യൂഷൻ. ഞാൻ വേറൊരു സെന്റൻസ് എഴുതാം, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. വേറൊരു സെന്റൻസ് അവിടെ എഴുതാം. നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? He does not complain of any pain in the arm area. He does not complain of any pain in the arm area. And വീണ്ടും പറയുവാണ്, there is still some bruising around the incision. There is still some bruising, bruising around the incision areas. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ സെന്റൻസ് ഒന്ന് വായിച്ചേ, എല്ലാവരും വായിച്ചേ. He does not complain of any pain in the arm area. There is still some bruising around the incision area.
there are two sentences. രണ്ട് സെന്റൻസുകളുണ്ട്, ശ്രദ്ധിക്കണം. ഇതിൽ ആദ്യത്തെ സെന്റൻസ്, ഇതിന് ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഹി. വെർബ് ഉണ്ട്, ഡസ് നോട്ട് കംപ്ലെയിൻ. ഓബ്ജക്റ്റ് ഉണ്ട്, ഓഫ് എനി പെയിൻ ഇൻ ദ ആം ഏരിയ. ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റ്, ഒരു മെയിൻ വെർബ്, ഓബ്ജക്റ്റ്. ഇങ്ങനെയുള്ള സെന്റൻസുകളെയാണ് സിമ്പിൾ സെന്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും സിമ്പിൾ സെന്റൻസുകളാണ്. OET ഗ്രാമറിൽ ഇതിന് രണ്ടിനെ നമ്മൾ പറയുന്ന പേര്, OET അല്ല ജനറൽ ഗ്രാമറിൽ പറയുന്നത് സിമ്പിൾ സെന്റൻസ് എന്നാണ്. ഒരൊറ്റ ക്ലോസ്, മെയിൻ ക്ലോസ് മാത്രമുള്ളത് സിമ്പിൾ സെന്റൻസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സെന്റൻസും സിമ്പിൾ സെന്റൻസ് എന്നാണ്. ഇനി ബീങ് എ മെഡിക്കൽ പ്രൊഫഷണൽ, നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ അൺകണക്റ്റഡ് ആയിട്ടുള്ള കുറെ സിമ്പിൾ സെന്റൻസസ് എഴുതരുത്. പകരം എന്ത് ചെയ്യണം? ഇതിനൊന്ന് കണക്ട് ചെയ്യണം. ഇതിനാണ് ടു മേക്ക് അവർ കമ്മ്യൂണിക്കേഷൻ ഹൈലൈറ്റ്. കമ്മ്യൂണിക്കേഷൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇൻഫർമേഷനെ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ കണക്ട് ചെയ്യണം. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഇവിടെ ചിന്തിക്കണം. ഈ രണ്ട് സെന്റൻസിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിൽ ഏതാണ് മോർ ഇമ്പോർട്ടന്റ്, ഏതാണ് ലെസ് ഇമ്പോർട്ടന്റ്? പറയാവോ? ഏതാണ് മോർ ഇമ്പോർട്ടന്റ്, ഏതാണ് ലെസ് ഇമ്പോർട്ടന്റ്? ആദ്യത്തെ സെന്റൻസ് ഇതാണ്, ഹി ഡസ് നോട്ട് കംപ്ലെയിൻ ഓഫ് എനി പെയിൻ ഇൻ ദ ആം ഏരിയ. അത് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യം. പേഷ്യന്റ് ഡസ് നോട്ട് ഹാവ് എനി പെയിൻ. ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ്? ഇല്ല. അടുത്ത കാര്യം എന്താ? നമ്മൾ ഡോക്ടറോട് പറയുവാണ്, ഡോക്ടറെ വേദനയൊന്നുമില്ല, എന്നാലും എന്തുകൊണ്ട്? there is still some bruising. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ഏതാണ്? there is still some bruising around the incision areas. ഇതാണ് പ്രധാനം. നമ്മൾ ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിന് രണ്ടാമത്തെ ഇൻഫർമേഷൻ ആണ് കൂടുതൽ പ്രാധാന്യം. മനസ്സിലാകുന്നുണ്ടോ? കൂടുതൽ പ്രാധാന്യം. അപ്പൊ ആദ്യത്തെ സെന്റൻസിന് ലെസ് ഇമ്പോർട്ടൻസും രണ്ടാമത്തെ ഇൻഫർമേഷന് മോർ ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പൊ നമ്മൾ ഡോക്ടറോട് പറയേണ്ടത് എങ്ങനെയാണ്? ഈ there is still some bruising around the incision area, അത് മോർ ഇമ്പോർട്ടന്റും he does not complain of any pain in the arm area, അത് ലെസ് ഇമ്പോർട്ടന്റുമാണെന്നാണ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പറയേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ, അതായത് ഒരു മോർ ഇമ്പോർട്ടന്റ്, ഒരു ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെ കണക്ട് ചെയ്യാൻ നമ്മളോട് OET പറയുന്നത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കാനാണ്. ഏതൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതും OETയുടെ ഒഫീഷ്യൽ പേജിൽ നിന്നാണ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് നിങ്ങൾ വായിക്കാമോ? ഏതൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്? നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. OETയുടെ ഒഫീഷ്യൽ ബുക്ക് പേജ് നമ്പർ 127 എന്നാണ് ഈ ഇമേജ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് പറയാവോ? Where do we use these subordinating conjunctions? എവിടെ we use them to join two sentences? രണ്ട് സെന്റൻസ്, രണ്ട് ഇൻഫർമേഷൻ കണക്ട് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അത് എവിടെ ഉപയോഗിക്കേണ്ടത്? they appear at the beginning or middle of sentences. അതിന്റെ റിസൾട്ട് എന്താണ്? the result is a complex sentence. അപ്പൊ രണ്ട് ഇൻഫർമേഷനെ കണക്ട് ചെയ്യാൻ ഒരു സെന്റൻസിന്റെ മിഡിലോ ബിഗിനിങ്ങിലോ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ആണ് ഈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. സബോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ ചെറുതും മറ്റതിനെ വലുതുമാക്കുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൾദോ, വൈൽ, ആസ്, ബിക്കോസ്, സിൻസ്, വെൻ, ഈവൻ ദോ, ഇഫ്, അണ്ടിൽ, ആഫ്റ്റർ, ബിഫോർ. ഇതൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. അപ്പൊ നമ്മുടെ സെന്റൻസിലേക്ക് നമുക്ക് പോകാം. നിങ്ങളൊന്ന് സെൻസിബിൾ ആയിട്ട് ചിന്തിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. എന്താണ് നമ്മുടെ സെന്റൻസ്? ഹി ഡസ് നോട്ട് കംപ്ലെയിൻ ഓഫ് എനി പെയിൻ ഇൻ ദ ആം ഏരിയ. അടുത്ത് പറയുവാണ് there is still some bruising around the incision area. അപ്പൊ നമ്മൾ ഈ കൺജങ്ഷൻ ഉപയോഗിക്കേണ്ടത്, ശ്രദ്ധിച്ച് കേൾക്കണം, ലെസ് ഇമ്പോർട്ടന്റ് ആയ ഇൻഫർമേഷന്റെ കൂടിയാണ്. ഏതാണ് ലെസ് ഇമ്പോർട്ടന്റ് ആയ ഇൻഫർമേഷൻ? ആദ്യത്തെ സെന്റൻസ്. അപ്പൊ നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന കൺജങ്ഷൻ ഏതാ? ഓൾദോ ആണോ, വൈൽ ആണോ, ഏതാണ് ഉപയോഗിക്കുന്നത് ഇവിടെ? നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓൾദോ ആണ്. ഇനി ഏത് സെന്റൻസിന്റെ കൂടെ നമ്മൾ ഓൾദോ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ ചിന്തിക്കണം. ഉപയോഗിക്കുന്നതിന് മുമ്പ് ലെസ് ഇമ്പോർട്ടന്റ് ആയ ഇൻഫർമേഷന്റെ കൂടെയാണ് നമ്മൾ ഓൾദോ ഉപയോഗിക്കേണ്ടത്. അതിനെ സബോർഡിനേറ്റിംഗ് ക്ലോസ് എന്നാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയുന്നത്. സബോർഡിനേറ്റിംഗ് ക്ലോസ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഏത് ക്ലോസിനെയാണോ കണക്ട് ചെയ്യുന്നത് ആ ക്ലോസിന് നമ്മൾ പറയുന്ന പേര് സബോർഡിനേറ്റിംഗ് ക്ലോസ് എന്നാണ്. സബോർഡിനേറ്റിംഗ് ക്ലോസ് മനസ്സിലാവുന്നുണ്ടോ?
സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചിരുന്നത് സബോർഡിനേറ്റിംഗ് ക്ലോസ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തത് ഹി ഡസ് നോട്ട് കംപ്ലെയിൻ ഓഫ് എനി പെയിൻ ഇൻ ദ ആം ഏരിയ, അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ പ്രാധാന്യമുണ്ട്, ഡോക്ടറോട് പറയണം അല്ലെ, വലിയ പ്രാധാന്യമില്ല. അതിനേക്കാൾ പ്രാധാന്യമുള്ളത് ഏതാണ്, മോർ ഇമ്പോർട്ടന്റ് ഏതാണ്, ദർ ഈസ് സ്റ്റിൽ സം ബ്രൂയിസിംഗ് ഇൻ ദ അറൌണ്ട് ദി ഇൻസെഷൻ ഏരിയ. അപ്പൊ ഈ ആദ്യത്തതിന് ലെസ് ഇമ്പോർട്ടന്റും രണ്ടാമത്തതിന് കൂടുതൽ ഇമ്പോർട്ടൻസും ഉണ്ട് എന്ന് പറയാൻ നമ്മളൊരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. ഏതാണെന്ന് പറയാവോ? ഓൾദോ. പറഞ്ഞേ. ഓൾദോ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. ALTHOUGH. ഓൾദോ. ഓൾദോ അതിന്റെ കോമ വേണോ? അത് കോമ വേണ്ട കേട്ടോ. എച്ച് എന്ത് ചെയ്യുക, എച്ച് സ്മോൾ ലെറ്റർ ആക്കുക. ഓൾദോ ഹി ഡസ് നോട്ട് കംപ്ലെയിൻ ഓഫ് എനി പെയിൻ ഇൻ ദ ആം ഏരിയ. അവിടെ ക്ലോസ് തീർന്നു, സബോർഡിനേറ്റിംഗ് ക്ലോസ് അവിടെ കഴിഞ്ഞു. അവിടെ കഴിഞ്ഞ സബോർഡിനേറ്റിംഗ് ക്ലോസ് കഴിഞ്ഞു എന്ന് കാണിക്കാൻ നമ്മൾ ഈ ഫുൾ സ്റ്റോപ്പ് മാറ്റി അവിടെ കോമ ഇടുന്നു. കോമ ഉപയോഗിക്കുന്നത് രണ്ട് ക്ലോസുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാണ്. രണ്ട് ക്ലോസുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാണ്. ഇത് കണക്ട് ചെയ്യുന്ന കൺജങ്ഷൻ ആണ് ഓൾദോ. അത് നമ്മൾ തുടക്കത്തിൽ ഉപയോഗിച്ചു. എന്തിന്റെ തുടക്കത്തിൽ ഉപയോഗിച്ചത്? ലെസ് ഇമ്പോർട്ടന്റ് ആയ ഇൻഫർമേഷന് മുമ്പിൽ. നിങ്ങൾക്ക് നോട്ട് എഴുതണമെങ്കിൽ എഴുതി വെച്ചോളൂ. Subordinating conjunction, example, although must be used before a less important sentence or information. Clear ayo? Clear ayo? Yes, sir. ഇനി നിങ്ങൾ ഇത് രണ്ടും ഒന്ന് കൂട്ടി വായിച്ചു നോക്കി. ഇത് നമ്മൾ കണക്ട് ചെയ്തില്ലേ? ഇത് ഒറ്റ സെന്റൻസ് ആണോ? വായിച്ചു നോക്കി. Although he does not complain of any pain in the arm area, around the there is incision areas. some bruising around the incision കുറച്ചുപേര് area. വായിക്കാവോ? കുറച്ചുപേര് വായിക്കാവോ? ഒച്ചത്തിൽ വായിക്കാവോ? Although he does not complain of any pain in the arm area, there is still some bruising around the incision areas. ഏരിയ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഡോക്ടർക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഈ ഓൾദോ വെച്ച് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോസിലെ സബോർഡിനേറ്റിംഗ് ക്ലോസ് അതിന് ലെസ് ഇമ്പോർട്ടൻസും, അത് കഴിഞ്ഞുള്ള ക്ലോസിന് ഇത് മെയിൻ ക്ലോസ് എന്ന് പറയും കേട്ടോ, ഇതിന് മോർ ഇമ്പോർട്ടൻസുമാണ്. ഈ സെന്റൻസിന് പറയുന്ന പേര്, ഈ കംപ്ലീറ്റ് സെന്റൻസിൽ നമ്മൾ പറയുന്ന പേരാണ് എന്ത് സെന്റൻസ് നമ്മൾ പറയുന്നത്? നേരത്തെ പഠിച്ചു. എന്ത് സെന്റൻസ് നമ്മൾ പറയുന്നത്? കോംപ്ലക്സ് സെന്റൻസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയി? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമുക്ക് സെന്റൻസ് OET-ല് നമുക്ക് സെന്റൻസ് രണ്ട് ഇൻഫർമേഷനെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് മനസ്സിൽ വെക്കണം നിങ്ങൾ. ഓൾദോ അതുപോലെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഒന്നും കൂടി നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് നോട്ട് ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ. ഏതൊക്കെയാ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കാണിച്ചു തരാം. എഴുതിയതാണ്. while, as, because, since, when, even though, if, until, after, before. ഇതൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് നമ്മൾ ഏത് ഇൻഫർമേഷന് കൂടിയാണ് ഉപയോഗിക്കേണ്ടത്? ലെസ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണോ? ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണോ? ലെസ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ലെസ് ഇമ്പോർട്ടന്റ് ആയ ഇൻഫർമേഷന് കൂടിയാണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ്. എപ്പോഴും നമ്മൾ വെരി ഓഫ്റ്റൻ യു ട്രൈ ടു യൂസ് ദ കൺജങ്ഷൻ ഓൾദോ. പക്ഷെ അർത്ഥം അറിയണം. അർത്ഥം അറിയാതെ ഉപയോഗിച്ചാൽ നമ്മുടെ മാർക്ക് പോകും. ഓൾദോ എന്തിന്റെ കൂടെ, ഏത് ക്ലോസിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്? ആ ക്ലോസിന് ലെസ് ഇമ്പോർട്ടന്റ് ആണ്. ഓൾദോ കഴിഞ്ഞുള്ളത് മെയിൻ ക്ലോസ്, അത് മോർ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. അത് വെച്ചുകൊണ്ട് വേണം എപ്പോഴും സെന്റൻസ് എഴുതാനായിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഇവിടെ ശ്രദ്ധിച്ച്, ഇതിന് നമ്മൾ തുടക്കത്തിലാണ് ഉപയോഗിച്ചേക്കുന്നത്. തുടക്കത്തിലാണ് നമ്മൾ ഓൾദോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ മിഡിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? എങ്ങനെയാ മിഡിൽ ഉപയോഗിക്കുന്നത്? ഈ മെയിൻ ക്ലോസ് ആദ്യം ഉപയോഗിച്ചാൽ മതി. There is still some bruising around the incision areas, comma, although he does not complain of any pain in the arm area. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ മിഡിൽ ഉപയോഗിക്കുന്നത്. ഞാൻ എഴുതി കാണിക്കണോ? മിഡിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ സെക്കൻഡ് സെന്റൻസ് സബോർഡിനേറ്റിംഗ് ക്ലോസ് രണ്ടാമത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഓൾദോ സെന്റർ വരും, ബട്ട് മേക്ക് ഷുവർ ഇവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, കോമയാണ് നിങ്ങളുടെ. ഓൾവേസ് വി യൂസ് എ കോമ ടു സെപ്പറേറ്റ് ദ ക്ലോസസ്. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇതിന് പറയുന്നത് സബോർഡിനേറ്റിംഗ് ക്ലോസ് എന്നും ഇതിന് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നുമാണ് പറയുന്നത്. ഒന്ന് ഡിപെൻഡന്റ് ക്ലോസ്. എന്താ ഡിപെൻഡന്റ് ക്ലോസ്? ഓൾദോ.
ഇത് ഉപയോഗിച്ചത് ഡിപ്പെൻഡന്റ് ക്ലോസും രണ്ടാമത്തത് ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മീനിങ് ഉണ്ട് നമ്മൾ ഓൾദോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? Yes, sir. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതിന്റെ ഫലം ഇതേ സെന്റൻസ് ആണെന്ന് പറയുന്നത്. ഇതേതായി സെന്റൻസ് ഇങ്ങനെ എഴുതുന്നത് ഓൾദോ ഒക്കെ ഉപയോഗിക്കുന്നത് പറയാവോ? Complex sentence. ആണ്. അപ്പൊ കോംപ്ലക്സ് സെന്റൻസ് എഴുതുമ്പോൾ നിങ്ങൾ ആയിരിക്കണം കേട്ടോ, അതിനൊരു അർത്ഥമുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യത്തെ സെന്റൻസ് ഒന്ന് വായിച്ചേ. നിങ്ങൾ ആദ്യത്തെ സെന്റൻസ് വായിച്ചേ മിസ്റ്റർ ഹെൻറി. Henry's condition has stabilized post-operatively. His condition has been resolved. ഇതിൽ ഏത് ഇൻഫർമേഷൻ ആണ് ലെസ് ഇമ്പോർട്ടന്റ്, മോർ ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണോ? Henry's condition has stabilized post-operatively. അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഹിസ് ചെസ്റ്റ് കണ്ടീഷൻ ഹാസ് ബീൻ റിസോൾവ്ഡ്. രണ്ടും പേഷ്യന്റിന്റെ കണ്ടീഷന്റെ പ്രോഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ലെസ് ഇമ്പോർട്ടന്റും അടുത്തത് മോർ ഇമ്പോർട്ടന്റും ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡു യു സൗണ്ട്സ് ലൈക്ക് the one information is more important and the other one is less important? അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. Let me ask you a question. Bride or groom, who is more important? ആരാ more important? Bride or groom? Both are equally important. ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പൊ രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടന്റ് ആകുമ്പോൾ ഈ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും നടുക്ക് നിന്ന് ഇവരെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ചേർച്ചിലെ അല്ലെങ്കിൽ ഒരു ടെമ്പിളിലെ പ്രീസ്റ്റിന്റെ പണി. ആണോ അല്ലയോ? രണ്ടുപേരും കൈ ചേർത്ത് പിടിച്ച് മാംഗല്യം തന്തുനാനെ അങ്ങനെയല്ല ചെയ്യുന്നത്. അതാണ് പരിപാടി. മനസ്സിലായോ? കോർഡിനേറ്റ് ചെയ്യുക. അപ്പൊ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഇൻഫർമേഷനെ OET-യിൽ കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷന്റെ പേരാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. എന്താ പറയുന്നത്? പറയാവോ? Coordinating conjunction. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നിങ്ങളിപ്പോ സ്ക്രീനെ കാണുന്നതാണ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കാണാമോ നിങ്ങൾക്ക് സ്ക്രീനില്? ഏതൊക്കെയാ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് വായിച്ച എല്ലാവരും? For and not or yet so. ഒന്നുകൂടി വായിച്ച എല്ലാവരും. for and yet so. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. ഈ ഓരോ വാക്കിന്റെയും ഫസ്റ്റ് ലെറ്റർ ഒന്ന് വായിക്കാമോ നിങ്ങൾക്ക്? ഫസ്റ്റ് ലെറ്റർ N for and, N for not, B for but, or for or, Y for yet, S for so. അത് കൂട്ടി വായിച്ചാൽ ഫാൻ ബോയ്സ്. FANBOYS. ഫാൻ ബോയ്സ്. മനസ്സിലായോ? ഓർത്തിരിക്കാൻ എളുപ്പമാ. ഇതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഓരോന്നിന്റെ ഫുൾ എന്താണ്? F for A for and, N for not, B for but, or Y for S for so. yes. ഇതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? joint sentence with equal importance. രണ്ട് സെന്റൻസുകൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഇൻഫർമേഷനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഈക്വലി ഇമ്പോർട്ടന്റ് ഞാൻ കാരണം പറഞ്ഞു തരാം കേട്ടോ. ഇനി അത് എവിടെയാണ് വരുന്നത്? ഓൾവേസ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എവിടെയാണ് വരുന്നത്? മിഡിൽ ഓഫ് സെന്റൻസ്. ഒരു സെന്റൻസിന്റെ മിഡിൽ അല്ലെ? അവരുടെ പണി എന്താ? കോർഡിനേറ്റ് ചെയ്യലല്ലേ, നടുക്ക് നിൽക്കുക ആണ് പരിപാടി. അപ്പം ദേ ഓൾവേസ് അപ്പിയർ ഇൻ മിഡിൽ ഓഫ് സെന്റൻസസ്. നിങ്ങൾ അങ്ങനെ ആൻഡും ഫോറും ബറ്റും ഒക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന സെന്റൻസുകൾ, അങ്ങനെ സെന്റൻസ് കണക്ട് ചെയ്യുമ്പോൾ റിസൾട്ട് എന്താണ്? നമുക്ക് കിട്ടുന്ന സെന്റൻസ് ആണ് കോമ്പൗണ്ട് സെന്റൻസ്. മനസ്സിലായോ? ക്ലിയർ ആയോ? വിത്ത് ടു ഇൻഡിപെൻഡന്റ് ക്ലോസസ്. കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ റിസൾട്ട് ഈസ് എ കോമ്പൗണ്ട് സെന്റൻസ് വിത്ത് ടു ഇൻഡിപെൻഡന്റ് ക്ലോസ്. രണ്ട് ഇൻഡിപെൻഡന്റ് രണ്ട് സെപ്പറേറ്റ് അർത്ഥം കൊടുക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞു തരാം എന്താണ് അർത്ഥം. നിങ്ങളത് ഗ്രാമർ ഒന്നും വലിയതായിട്ട് അറിയണമെന്നില്ല, എന്നാലും ഇത്രയേ ഉള്ളൂ. ടു ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തിനാ OET-ൽ ഉപയോഗിക്കുന്നത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്തിനാ OET-ൽ ഉപയോഗിക്കുന്നത്? രണ്ട് ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. അടുത്ത സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. എന്തിനാണ് നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്? ഒരു
less important, less important, Less more important, important. more important. ലെസ് ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ഇൻഫർമേഷനെ ലെസ് Information ഇമ്പോർട്ടന്റ് ലെസ് ആണെന്നും മോർ ഇമ്പോർട്ടന്റ് ആണെന്നും കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സെന്റൻസ് അതാണ് നമ്മൾ സബോർഡിനേറ്റിംഗ് കണ്ടീഷൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്നത്. താഴെ പറയുന്നത് ദ റിസൾട്ട് ഈസ് എ കോംപ്ലക്സ് സെന്റൻസ് വിത്ത് വൺ ഡിപ്പെൻഡന്റ് ആൻഡ് വൺ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഒരെണ്ണം ഇൻഡിപെൻഡന്റ് ആണ്, കംപ്ലീറ്റ് മീനിങ് കൊടുക്കുന്നത്, അതാണ് മോർ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. വൺ ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്, അടുത്ത സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം എന്നാലേ അർത്ഥം കിട്ടുള്ളൂ. ഈ ഡിപ്പെൻഡ് ക്ലോസ് ആണ് നമ്മൾ ഓൾദോ അല്ലെങ്കിൽ വൈൽ ഒക്കെ ഉപയോഗിക്കുന്നത്, അത് ലെസ് ഇമ്പോർട്ടന്റുമാണ്. ഇങ്ങനെ ഒരു മീനിങ് OET-യിൽ നമുക്കുണ്ട്. OET-യുടെ ഒഫീഷ്യൽ ബുക്ക് പേജ് നമ്പർ 126 and 127 അവിടെ നിന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ട് ആണ് നിങ്ങളെ ഫോട്ടോ എടുത്തതാണ് നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം, റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ OET-യിൽ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉപയോഗം ഇതാണ്. എന്താണ് ഉപയോഗം? You are tested on how effectively you highlight key information. എങ്ങനെ എത്ര എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ കീ ഇൻഫർമേഷൻ ഹൈലൈറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവിടെ എഴുതുവാണ്, although he does not complain of any pain in the arm area, there is still some bruising around the incision area. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇതിൽ ഏത് ഇൻഫർമേഷൻ ആണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മോർ ഇമ്പോർട്ടന്റ് നമ്മൾ പറയുന്നത്? ഏത് ഇൻഫർമേഷനാ? Bruising around the incision areas. അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഓൾദോ ഉപയോഗിച്ച് നമ്മൾ എഴുതിയ ക്ലോസ്, സബോർഡിനേറ്റിംഗ് ക്ലോസ്, അത് ലെസ് ഇമ്പോർട്ടന്റ് ആണ്, അത് വലിയ പ്രാധാന്യം, രണ്ടും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡോക്ടർക്ക് ലെറ്റർ എഴുതുന്നത്. രണ്ടും റെലവെന്റ് ആണ്, ബട്ട് വൺ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ അതർ വൺ. ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷന് നമ്മള് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് എഴുതി. മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയിട്ട് എഴുതി. ഇങ്ങനെയാണ് ലെറ്റർ എഴുതേണ്ടത്, സെന്റൻസുകൾ എഴുതേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ സെന്റൻസ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. മിസ്റ്റർ ഹെൻറീസ് കണ്ടീഷൻ ഹാസ് സ്റ്റെബിലൈസ്ഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. ഹിസ് ചെസ്റ്റ് കണ്ടീഷൻ ഹാസ് ബീൻ റിസോൾവ്ഡ്. ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എന്ന് കാണിക്കാൻ നമ്മൾ ഏത് കൺജങ്ഷൻ ആണ് ഇവിടെ നടുക്ക് ഉപയോഗിക്കേണ്ടത്? ആൻഡ് ആണോ ബട്ട് ആണോ? ആൻഡ് കഴിഞ്ഞ് കോമ വേണോ? ആൻഡ് മുമ്പ് കോമ വേണോ? ഒന്നും വേണ്ട കേട്ടോ. ഉപയോഗിച്ച് നിങ്ങൾ ഫാൻ ബോയ്സ് FAN BOYS, F for 4, A for and, B for but, O for or, Y for yet, S for so, ഇത് ഉപയോഗിച്ച് എഴുതുമ്പോൾ അതിന് മുമ്പോ ശേഷമോ കോമ വേണ്ട. പിന്നെ ആൻഡ് കഴിഞ്ഞ് അടുത്തത് നമ്മൾ സ്മോൾ ലെറ്റർ എഴുതുക, അത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആവുന്നത് നിങ്ങൾക്ക്? മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഈ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഡോക്ടർക്ക് എന്താ മനസ്സിലാകേണ്ടത്? ഈ രണ്ട് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷനും ഈക്വലി ഇമ്പോർട്ടന്റ് എന്നാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ശ്രദ്ധിക്കണം, നിങ്ങൾ സെന്റൻസ് എഴുതുമ്പോൾ മിക്കപ്പോഴും നമ്മൾ ഓൾദോ ഉപയോഗിക്കാൻ വേണ്ടി സെന്റൻസുകൾ ഉണ്ടാക്കാറുണ്ട്. ഓൾദോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെന്റൻസുകൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഫലം എന്താണെന്ന് അറിയാവോ? മാർക്കിംഗ് ക്രൈറ്റീരിയ 6 it clearly tells you one thing. നിങ്ങളുടെ OET-യുടെ ഒഫീഷ്യൽ മാർക്കിംഗ് ക്രൈറ്റീരിയ ആണ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. 6th ക്രൈറ്റീരിയൻ ലാംഗ്വേജ്. അതിന്റെ സെക്കൻഡ് ക്ലോസ് കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. Ensure the language you use serves the purpose of communicating your message എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ensure the language you use, നിങ്ങൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ത് ചെയ്യുക? serves the purpose of communicating your message. നമ്മുടെ മെസ്സേജ് നമ്മൾ എന്താണോ റീഡറോട്, ഡോക്ടറോട്, നേഴ്സിനോട് പറയേണ്ടത് അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളോട് പറയുവാണ് സോ അവോയ്ഡ്. ഇത് ഞാൻ വലുതാക്കിയതാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ട്. സോ അവോയ്ഡ് യൂസിങ് കോംപ്ലിക്കേറ്റഡ് സെന്റൻസസ്. എന്താണ് കോംപ്ലിക്കേറ്റഡ് സെന്റൻസ്? ഒരർത്ഥവുമില്ലാതെ നമ്മൾ കുറേ ഇങ്ങനെ അലോങ് വിത്ത് ഇതൊക്കെ വെച്ച് വലിച്ചു വാരി എഴുതും, അതാണ് കോംപ്ലിക്കേറ്റഡ് സെന്റൻസസ്.
നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ 3 ടൈപ്പ് ഓഫ് സെന്റൻസസേ ഉള്ളൂ. ഏതൊക്കെയാണെന്ന് അറിയാവോ? 1 സിമ്പിൾ സെന്റൻസ്, 2 കോമ്പൗണ്ട് സെന്റൻസ്, 3 കോംപ്ലക്സ് സെന്റൻസ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന സെന്റൻസിനെയാണ് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് സെന്റൻസസ്. മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷ് ഗ്രാമറിൽ അങ്ങനെ ഒരു സെന്റൻസ് ഇല്ല. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് സെന്റൻസ് ഉപയോഗിക്കുന്നറിയോ? അപ്പൊ നമ്മളോട് പറയാണ് അവോയ്ഡ് യൂസിങ് കോംപ്ലിക്കേറ്റഡ് സെന്റൻസസ്, ഗ്രാമർ ഓർ ലിങ്കിങ് വേർഡ്സ്. അതും കൂടി ഇത് ശ്രദ്ധിക്കണേ. ലിങ്കിങ് വേർഡ്സ് അതൊരു ഫാഷനാണ്. ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ സെന്റൻസിന് മുമ്പിൽ ഓരോ വാക്കുകൾ ഉപയോഗിക്കുക എന്നല്ല കേട്ടോ. അതല്ല അതിനർത്ഥം. അതിനർത്ഥം വേറെയാണ്. അത് പറഞ്ഞു തരാം. ഇതിന്റെ മാർക്കിംഗ് റേറ്റ് 5 ആണ്. ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. നമ്മളോട് പറയുവാണ് സോ അവോയ്ഡ് യൂസിങ് കോംപ്ലിക്കേറ്റഡ് സെന്റൻസസ്, ഗ്രാമർ ഓർ ലിങ്കിങ് വേർഡ്സ് ജസ്റ്റ് ടു ഷോ ദാറ്റ് യു നോ ദം. നിങ്ങൾക്ക് അറിയാം എന്ന് കാണിക്കാൻ വേണ്ടി കോംപ്ലിക്കേറ്റഡ് സെന്റൻസോ ഗ്രാമറോ ലിങ്കിങ് വേർഡ്സോ ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യണം എന്നാണ് ക്രൈറ്റീരിയൻ 6 പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഈ ക്രൈറ്റീരിയൻ അതുപോലെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ലാംഗ്വേജ് കാണിക്കാൻ കോംപ്ലിക്കേറ്റഡ് സെന്റൻസ് ഒക്കെ ഉപയോഗിച്ചാൽ അതിന്റെ ഫലം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ ഫലം നോക്കാവോ? ഇവിടെ പറയുന്നുണ്ട്, നോക്കിയേ. Reduction of your score. Even if you used accurately, accurate ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ പോലും unnecessarily complicated language will lead to a reduction in your score എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓൾദോ ഉപയോഗിക്കാൻ വേണ്ടി സെന്റൻസുകൾ ഉണ്ടാക്കണോ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഓൾദോ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്ത് സെന്റൻസ് ഓൾദോ ഉപയോഗിക്കണോ? വീട്ടിലെ ലോജിക്ക് എന്താണ്? ഒന്ന് ലെസ് ഇമ്പോർട്ടന്റ് ആണെന്നും ഒന്ന് മോർ ഇമ്പോർട്ടന്റ് ആണെന്നും പറയാനാണ് വൈലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അതുകൊണ്ട് റീഡർ പറയുവാണ് ടു മേക്ക് ഇറ്റ് ഈസി ഫോർ ദ റീഡർ ടു ഫൈൻഡ് റിക്വയർഡ് ഇൻഫർമേഷൻ. നമ്മളോട് പറയുന്നത് റിക്വയർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്ന, അല്ലാതെ ലാംഗ്വേജിനല്ല ഫോക്കസ് കൊടുക്കേണ്ടത്. വീണ്ടും പറയുവാണ് എൻഷുർ ദ ലാംഗ്വേജ് യു യൂസ് സെർവ്സ് ദ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് യുവർ മെസ്സേജ്. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മാത്രമായിരിക്കണം. ഇറ്റ് ഷുഡന്റ് ബി ടു ഷോ ദാറ്റ് യു നോ ദ ലാംഗ്വേജ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാവോ? നമ്മൾ ഐഎൽസും ഒഇടി തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഐഎൽസില് നമ്മൾ ഫെയിന്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുവോ ഇല്ലയോ? പറയാവോ? ഐഎൽസിൽ നമ്മൾ ഫെയിന്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ മാർക്ക് കിട്ടുവോ ഇല്ലയോ? പോസിബിലിറ്റി ഇസ് ലെസ് ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി കോമൺ വേർഡ് അല്ലേ? അപ്പൊ നമ്മൾ അതിനെ ഇച്ചിരി മനസ്സിലാക്കാൻ പറ്റാത്ത ലാംഗ്വേജിൽ ഉപയോഗിക്കണം. എന്താ പറയേണ്ടത്? Seeing the taciturnity of the patients, his perpendicularity was turned into horizontality. നിവർന്ന് നിന്ന അവസ്ഥ മറിഞ്ഞു വീണ അവസ്ഥയിലായി. ഞാനത് ബോധം കിട്ടി വീണു എന്ന് പറയാൻ ഒരു ഹോസ്പിറ്റൽ നേഴ്സിന് എഴുതി അയച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ പേഷ്യന്റ് തലകറങ്ങി വീണതാണെന്നാ? Use the simplest language that anyone can understand. That is the focus of communication. മനസ്സിലായോ? എന്ന് പഠിച്ചത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. നാളെ നമ്മൾ സെന്റൻസുകൾ എങ്ങനെ എഴുതണം കുറെ എക്സാമ്പിൾ എടുത്തിട്ട് നാളെ നമ്മൾ കുറച്ച് പഠിക്കും. ഇന്ന് നിങ്ങൾ ആ ലോജിക്ക് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞു തന്നത്. എന്താണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ലോജിക്ക് ഇതാണ്. കോംപ്ലക്സ് സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു ഇൻഫർമേഷൻ ലെസ് ഇമ്പോർട്ടന്റും അടുത്ത ഇൻഫർമേഷൻ മോർ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ ലെസ് ഇമ്പോർട്ടന്റ് ആയ ഇൻഫർമേഷന്റെ കൂടെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നമ്മൾ നമുക്ക് തുടക്കത്തിലോ അവസാനം മാറ്റി എഴുതാം. അതാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തത് കോമ്പൗണ്ട് സെന്റൻസ് എഴുതുമ്പോൾ 2 ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമ്മളൊരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് സെന്റൻസിന്റെ നടുക്ക് ഉപയോഗിക്കുന്നത് കണക്ട് ചെയ്യാനായിട്ട്. ഇതാണ് OETയിൽ കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസസ് അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും ഉപയോഗിക്കേണ്ടതിന്റെ ലോജിക്ക്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? യെസ്. എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാവോ?
എന്തെങ്കിലും സംശയമുണ്ട് Sir. ചോദിക്കാമോ? എന്തോ? സർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മൾ ഈ ഹവർ, മോർ ഓവർ, ഈവൻ ദോ ഒക്കെ യൂസ് ചെയ്യുമല്ലോ, അതിന് വല്ല പ്രശ്നമുണ്ടോ? നമ്മളിപ്പോ പഠിച്ചു however, moreover. അത് ഈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നിങ്ങൾ പഠിച്ചോ? ഇല്ല, പഠിച്ചില്ല. അത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, അത് സ്ട്രക്ചർ ആണ്. അതിനുപയോഗിക്കുന്ന വേറൊരു ലോജിക്കാണ്. വി വിൽ കം ഇൻ അനദർ ക്ലാസ്. അനദർ ക്ലാസ്സിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്ലിയർ ആയോ? അപ്പൊ സബോർഡിനേറ്റിംഗ് കൺജങ്ഷന് പകരം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റിയല്ല. അതും മനസ്സിലാക്കി. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉപയോഗിക്കാൻ പറ്റില്ല. ആന്റിന് പകരം along with ഉപയോഗിക്കാൻ പറ്റുമോ? നോ, നെവർ. ആന്റിന് പകരം ആന്റി മാത്രമേ ഉള്ളൂ. അത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ആന്റിന് പകരം ആന്റി ഉപയോഗിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് along with ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ്സ് നെവർ പോസിബിൾ. രണ്ടും രണ്ട് അർത്ഥമാണ്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഈക്വലി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷനെ പരസ്പരം കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരൊറ്റ കൺജങ്ഷൻ ആണ്, ആൻഡ്. അതിന് പകരം നമുക്ക് along with ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ എഴുതുന്നത് OET എക്സാം ആണ്. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്, പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ദ മെസ്സേജ് എന്ന് മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് ടു ഷോ ദ ലാംഗ്വേജ്. നമ്മളോട് റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറയുന്നത് IELTSന്റെ മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് റൈറ്റിംഗിന്റെ. അതിന്റെ പേര് ലെക്സിക്കൽ റിസോഴ്സസ് എന്നാണ്. ലെക്സിക്കൽ റിസോഴ്സസ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. അവിടെ ആൻഡ് ഒന്നും റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. വേർബ്സ്, അഡ്വേർബ്സ്, അഡ്ജക്റ്റീവ്സ് ഇത്രയേ ഉള്ളൂ. പക്ഷെ കോമൺ ആയിട്ട് തെറ്റിദ്ധരാന്ന് പറ്റിയിരിക്കുന്നതാണ് നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും റിപ്പീറ്റ് ചെയ്യരുതെന്ന്. തെറ്റാണത് കേട്ടോ. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് മാം വെയിറ്റ് ചെയ്യുന്നുണ്ട് ക്ലാസ്സുമായിട്ട്. വി ഷാൽ സീ അഗെയിൻ വിത്ത് അനദർ ഗ്രാമർ സെഷൻ ടുമോറോ. ടുമോറോ വിൽ ലേൺ ഹൗ ടു റൈറ്റ് സെന്റൻസസ് ഇൻ ഡീറ്റെയിൽ. നിങ്ങൾ ക്ലാസ് ഓക്കെ ആണോ? നമ്മുടെ യൂട്യൂബൊക്കെ ക്ലാസ്സുകളൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കയറി ഒരു ലൈക്കൊക്കെ അടിക്കുക. നമുക്ക് ലൈക്ക് നിങ്ങൾക്ക് അടിച്ചാൽ എന്താ? ലൈക്കൊക്കെ അടിക്കുക. യെസ്, ലൈക്കൊക്കെ അടിക്കുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മളെ ഫസ്റ്റ് എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 7-നാണ്. നമുക്ക് ഓൾറെഡി 2 പിള്ളേര് ബുക്ക് ചെയ്തു സൗദി എന്നുള്ളത്. ജൂലൈ 7-ന്, ജൂലൈ 20-ാം തീയതിയുള്ള എക്സാമിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ 20-ാം തീയതിയുള്ള എക്സാം ബാച്ച് ജൂലൈ 7-ന് സ്റ്റാർട്ട് ചെയ്യും. ഓഗസ്റ്റ് 1-നുള്ള എക്സാം ബാച്ച് ജൂലൈ 20-ന് സ്റ്റാർട്ട് ചെയ്യും. ഓഗസ്റ്റ് 1 മുതൽ റെഗുലർ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫ്രഷേഴ്സിനും, മെയിനായിട്ട് ഫ്രഷേഴ്സ്, പിന്നെ എക്സാം പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ ഫുൾ സ്വിംഗിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് റീഡിംഗ് ലിസണിംഗ് ക്ലാസ്സുകളിലേക്ക് പെട്ടെന്ന് പോകാം. അടുത്ത ലിങ്ക് സൂപ്പർ മാം ഗ്രൂപ്പിലിട്ടുണ്ട്. ചാടി ക്ലാസ് കയറിക്കോളൂ. റീഡിംഗ് ലിസണിംഗ് ആണ് ഇപ്പൊ എപ്പോഴും മിക്കവർക്കും റീഡിംഗ് ലിസണിംഗ് ക്ലാസ്സുകളാണ് മാർക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, റൈറ്റിംഗ് സ്പീക്കിംഗ് ഈസി ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചു തരാം കേട്ടോ. ഐ പ്രോമിസ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാം. ഈസിയാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാം. റീഡിംഗ് ലിസണിംഗ് നിങ്ങൾ ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. സോ attend reading and listening till the last question. 42nd question explain ചെയ്ത് കഴിയുന്നത് വരെ റീഡിംഗ് ലിസണിംഗ് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്താൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇഫ് നോട്ട്, നമ്മൾ ഇങ്ങനെ എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും, റീഡിംഗ് വിഷമമാണ്, ലിസണിംഗ് വിഷമമാണെന്ന്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ട് കണ്ടുപിടിക്കാൻ പോകരുത്. കാരണം നമ്മളൊരു 3 പ്രാവശ്യം തെറ്റായിട്ട് കണ്ടുപിടിച്ചാൽ ആ ഒരു സ്ട്രാറ്റജി നമ്മുടെ മനസ്സിൽ നിൽക്കും. പിന്നെ അത് മാറുകയില്ല. കിട്ടുന്നില്ല, വിട്ട് കളഞ്ഞേക്കുക. മാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ മാം ചിന്തിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ മാം പറഞ്ഞു തന്ന അതേ ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. നെക്സ്റ്റ് ടൈം നിങ്ങൾ സെയിം അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാം ഇങ്ങനെയാണ് പറഞ്ഞു തന്നത് എന്ന് ചിന്തിച്ച് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സെയിം വിത്ത് ലിസണിംഗ്. ലിസണിംഗിന് ലാസ്റ്റ് വരെ നിങ്ങൾ കയറണം. ഓൾ ദ 42 ക്വസ്റ്റ്യൻസ് ആർ എക്സ്പ്ലെയിൻ ടു യു. ഇനി മൈക്ക് ഓഫ് ആക്കി വെച്ചിരിക്കരുത്. മൈക്ക് ഓൺ ആക്കി ഒരു ചെറിയ സംശയം പോലും ചോദിക്കുന്നവരാണ് പെട്ടെന്ന് സ്കോർ എടുത്ത് പോകുന്നത്. മിണ്ടാതെ എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് മിടുക്കിയായിട്ടിരിക്കുന്നവർക്ക് ഇച്ചിരി വിഷമമാണ്. മൈക്ക് ഓൺ ആക്കി ചോദിക്കുക, എന്താണ് മാം ഇത് ആൻസർ, എന്താണ് ഇതിന്റെ വേർഡ് മീനിങ്, എന്തുകൊണ്ടാണ് ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്, മനസ്സിലായോ? അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നവർക്കാണ് ഈസി ആയിട്ട് സ്കോർ കിട്ടുന്നത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം അല്ലെ. റീഡിംഗ് ലിസണിംഗ് ക്ലാസ് മാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത കയറിക്കോളൂ. Good day all of you. Please take care until we meet again tomorrow. God bless you all of you. Thank you.